ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്ന് വേറെ ഒന്നുമല്ല, നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലണ്ട് വിസ് ഘാന. എന്തായിരുന്നു ഇംഗ്ലണ്ട് കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ച് എന്തായിരുന്നു, എന്താ പറയുക, ലോക ചാമ്പ്യന്മാരാവാൻ ചാൻസുള്ള ഏറ്റവും കൂടുതൽ സാധ്യതകൾ വീടുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. അമ്മാതിരി കളിക്കാർ, ഹാരി കെയ്ൻ തൊട്ട് എന്താ പറയുക, എല്ലാവരും വമ്പൻ ടീമുകൾ. നമ്മുടെ 4-ാം സ്ഥാനത്താണ്, വേൾഡ് റാങ്കിലാണ് 4-ാം സ്ഥാനത്ത്. ഇവരാണെങ്കിലോ, ഘാനയാണെങ്കിൽ 72ാമത്തെ സ്ഥാനത്തെങ്ങാണ്ട് നിൽക്കുന്നത്. ഇവർ തമ്മിലുള്ള മത്സരമായിരുന്നു. പുഷ്പം പോലെ ഇംഗ്ലണ്ട് വിജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഞാനടക്കം എല്ലാവരും ഇംഗ്ലണ്ട് വമ്പൻ വിജയവുമായി തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കാര്യങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഘാന, അതെ, നമ്മുടെ എന്താ പറയുക, ഒരു പ്രതിരോധ മതിലോ, ഘാനയുടെ വൻ മതിലെന്നൊക്കെ തന്നെ പറയാം. അവിടെ ഇംഗ്ലണ്ടിനെ ഒന്നിനും തൊടാൻ പോലും വിടാതെ വൻ മതിലായിട്ട് നിന്ന് ഘാന. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോ ഘട്ടം കറക്റ്റായിട്ട് പറയുന്നതാണ്, നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, കളി തുടങ്ങി. നമ്മുടെ കഴിഞ്ഞ കളിയിൽ ക്രൊയേഷ്യയെ 4-2 തോപ്പിച്ച് വമ്പൻ വിജയമായി വന്ന ഇംഗ്ലണ്ടും 1-0 അതിൽ പനാമയെ തോപ്പിച്ച് വന്ന ഘാനയും. പനാമയെ കഷ്ടിച്ച് 1-0 ജയിപ്പിച്ചു വന്നുള്ളൂ ഘാന. അങ്ങനെ വന്നാണ് ഘാനയും ഇവ തമ്മിലുള്ള മത്സരമാണ്. ഇംഗ്ലണ്ടിനാണെങ്കിൽ പൂർണ്ണ ആത്മവിശ്വാസമാണ്. ഇംഗ്ലണ്ട് ഫാൻസ് ആണെങ്കിൽ ഭയങ്കര ആത്മവിശ്വാസം തന്നെയായിരുന്നു. ഈ പ്രാവശ്യം കപ്പ് ഉയർത്തും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പറയും പോലെ വന്ന് ഘാനയാണെങ്കിൽ കഷ്ടിച്ചങ്ങോട്ട് രക്ഷപ്പെട്ട് വന്നേയുള്ളൂ. എന്തായാലും ഇംഗ്ലണ്ടിന് ഈസി വിജയമായിരിക്കുമെന്ന് കരുതിയവർക്കൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് തന്നെ തുടങ്ങിയത്. ഫസ്റ്റ് ഹാഫ് തുടങ്ങി ഇംഗ്ലണ്ട് നല്ല രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങിയെങ്കിലും പക്ഷേ ഘാനയുടെ കോച്ച് ഇറക്കിയിരുന്ന 5-4-1 ആയിരുന്നു. അതായത് വമ്പൻ പ്രതിരോധ ശൈലി തന്നെയാണ് ഘാന കോച്ച് ഇറക്കിയിരുന്നത്. ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ സ്ട്രൈക്കർ ഹാരി കെയ്നെ കുറിച്ച് അറിയാലോ. ഒന്ന് പന്ത് തൊടാൻ പോലും അനുവദിക്കാതെയാണ് ഘാന പ്രതിരോധം പൂട്ടിയത്. ഒന്നാം പകുതിയിൽ കളി ഭയങ്കര ആവേശമുണ്ടെങ്കിലും ഇരു ടീമുകൾക്ക് വ്യക്തമായ ഒരവസരം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. കാരണം പന്ത് ഗോൾ പോസ്റ്റിൻ്റെ അങ്ങോട്ട് എത്തിക്കാൻ പോലും അതിനേക്കാളും മുമ്പ് നല്ല പ്രതിരോധം തന്നെയാണ് നടത്തിയത്. ആകെ ഉണ്ടായത് ഡെക്ലൻ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലണ്ട് ലോങ് ഓഫിന് ബാറിലൂടെ ഒരു പന്ത് പോയത്. അത് ഒഴിച്ചാൽ ഒരവസരവും ഇംഗ്ലണ്ടിന് കൊടുത്തില്ല. ഘാനയാകട്ടെ നല്ല അറ്റാക്കിങ്ങിലൂടെ പലവട്ടം ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കാൻ നോക്കിയെങ്കിലും ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധം അമ്മാതിരി സ്ട്രോങ് ആയതുകൊണ്ട് അതും നടന്നില്ല. പക്ഷേ ഘാനയുടെ ഉള്ള പേരും മറന്നുപോയി, പ്രിൻസ് അഡു എന്നാണ് തോന്നുന്നു. പ്രിൻസ് അഡു എന്ന് പറഞ്ഞാൽ പുള്ളി നല്ല രീതിയിൽ ഇംഗ്ലണ്ടിൻ്റെ ബോക്സിലേക്ക് അടിച്ച് കയറി വന്ന് ഒരു ഫൗൾ കിട്ടിയെങ്കിലും ഘാന അതിനു വേണ്ടി ഭയങ്കരമായിട്ട് വാദിച്ചെങ്കിലും റഫറിയെ നിഷേധിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഘാനയ്ക്ക് വലിയ അത്യാവശ്യം ഒരു പെനാൽറ്റി കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അത് കിട്ടാതെ പോയി. പിന്നെ അതുമല്ല, ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഗോൾ പോലും ഉയർത്താൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സങ്കടം. ഹാരി കെയ്നൊക്കെ വളരെ വളരെ നിരാശനായിരുന്നു. കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ മാറി കിടക്കുകയായിരുന്നു. കാരണം അമ്മാതിരി പൂട്ടാണ് ഘാനയുടെ കോച്ച് 5-4-1 അല്ലേ കൊടുത്തത്. പിന്നെ എങ്ങനെ കയറി പോരാനാ? അമ്മാതിരി പൂട്ടി എന്നിട്ടേക്കായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒന്നാം പകുതി അവസാനിച്ച് 0-0 തന്നെ കിടന്നു. അപ്പോൾ രണ്ടാം പകുതിയിലാണ് ഇപ്പോൾ തന്നെ ഇംഗ്ലണ്ട് ഏകദേശം ആകെ ടെൻഷനിലാണ്. കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും ഗോൾ അടിക്കണം, ജയിക്കണം. കാരണം അമ്മാതിരി ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവരെ ഈ കളിയിൽ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ രണ്ടാം പകുതി തുടങ്ങി. രണ്ടാം പകുതിയാണ് ശരിക്കും ചൂട് പിടിച്ചത്. വമ്പൻ കളി, നല്ല സബ്സ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ മാറ്റി ഇറക്കി ആക്രമണം നല്ല രീതിയിൽ തന്നെ. അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് തന്നെ 78% പൊസിഷനിൽ ഇംഗ്ലണ്ടായിരുന്നു പന്ത് കൈവച്ചത്. പക്ഷേ പന്ത് കയ്യിൽ വെച്ചിട്ട് ഒരു ഗോൾ പോലും അടിക്കാത്ത ഒരു ടീമായി ശരിക്കും പറഞ്ഞാൽ ഒരു റെക്കോർഡിങ് ഞാൻ തോന്നുന്നുണ്ടല്ലോ. ഇത്ര 78, അത് 80% അടുത്ത് പന്ത് ഇംഗ്ലണ്ടിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് ഒരു ഗോൾ പോലും ഇവർക്ക് അടിക്കാൻ സാധിച്ചില്ല. ഘാനയുടെ പകരക്കാരനായ ഗോൾ കീപ്പറിൻ്റെ പേര് ബെഞ്ചമിൻ എന്നോ മറ്റോ ആണ്. പുള്ളിയുടെ അസാമാന്യ പ്രകടനമായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നു, എല്ലാ ഷോട്ടുകളും നമ്മുടെ ആൻ്റണിയുടെയും ബുഖായയുടെയും മികച്ച ഷോട്ടുകളൊക്കെ പുള്ളി ബെഞ്ചമിൻ എന്ന് പറഞ്ഞാൽ പുള്ളി മികച്ച അടിപൊളി രക്ഷപ്പെടുത്തി. എന്നാൽ അടിപൊളിയായിരുന്നു. എന്നാൽ പുള്ളി ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ പുള്ളിയുടെ മികച്ച പ്രകടനം കൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ ഘാന രക്ഷപ്പെട്ടതും. എന്നാൽ എന്തായാലും ആകെ 90 മിനിറ്റിൽ ടീമിനെ രക്ഷിക്കുക മാത്രമേ ഉള്ളൂല്ലോ. അതുകൊണ്ട് തന്നെ കളി സമയം തീരാറായി. അവസാനം 10 മിനിറ്റ് ഉള്ളപ്പോൾ, അത് 80-ാം മിനിറ്റിലാണ് ഘാനയ്ക്ക് ഒരു സുവർണ അവസരം കിട്ടിയത്. സുവർണ അവസരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ഗോൾ കീപ്പറെ മറികടന്ന് നമ്മുടെ ഘാനയിലെ കളിക്കാർ അബ്ദുൾ എന്ന പന്ത് അടിച്ച് നേരെ പന്ത് ഗോൾ ലൈനിലേക്ക് പോയെങ്കിലും അവരുടെ തന്നെ അതായത് ഘാനയുടെ തന്നെ കളിക്കാരൻ്റെ പന്തി തട്ടി അത്
പുറത്തേട്ട് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു തലനാടിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ട് രക്ഷപ്പെട്ടത്. 80-ാം മിനിറ്റിൽ ഖാന ഒരു ഷോക്ക് കൊടുക്കും തന്നെയാണ് കരുതിയത്. അതേപോലെ തന്നെ 87-ാം മിനിറ്റിലും ഇംഗ്ലണ്ടിന് നല്ലൊരു അവസരം കിട്ടി. പക്ഷെ അത് ഗോൾ പോസ്റ്റിൻ്റെ ബാറിലടിച്ച്, അതായത് ഖാനയുടെ ഗോൾ പോസ്റ്റിൻ്റെ ബാറിലടിച്ച് തിരിച്ച് ഒന്നെങ്കിലും മറ്റേ ഹാരി കെയ്ൻ അടിച്ച് പിന്നെ മുകളിൽ റോക്കറ്റ് പോകുമ്പില്ലേ മുകളിലേക്ക് പോയത്, ആകാശത്തേക്ക് അടിച്ച് കളഞ്ഞു. അങ്ങനെ 2-ാം റൗണ്ടും ഏകദേശം തീർന്നു എന്ന് തന്നെ പറയാം. അതായത് 2-0 തന്നെ 2-ാം റൗണ്ടും അവസാനിച്ചു. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ വമ്പൻ പ്രതീക്ഷകളായിട്ട് വന്ന ഇംഗ്ലണ്ട് ശരിക്കും നിരാശരാക്കി എന്ന് തന്നെ പറയണം. കാരണം എന്ന് വെച്ചാൽ ഗോൾ അടിക്കാൻ പറ്റാതെ ഒരു നേരത്തെ ക്രൊയേഷ്യയെ 4-2 തോപ്പിച്ച് വന്നിട്ട്, അതായത് ലോകത്തിൻ്റെ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നവരും 72-ാം സ്ഥാനത്ത് നിൽക്കുന്നവരും തമ്മിലുള്ള മത്സരത്തിൽ ഒരു ഗോൾ പോലും അടിക്കാതെ, അതായത് കയ്യിൽ 80% പെർസെൻറ്റേജും കളിയുടെ ബോൾ കൈവശം വെച്ചിട്ടും ഒരു ഗോൾ പോലും അടിക്കാത്ത അങ്ങനെ ഒരു ടീമായി ഇംഗ്ലണ്ട് മാറി. അത്രയും നല്ല കളിക്കാരുണ്ടായിട്ടും ഒരു ഗോൾ പോലും അടിക്കാത്ത ഭയങ്കര നിരാശയാണ് രണ്ടുപേരും ഏകദേശം സെയിം പോയിൻ്റാണ്. അല്പം ഗോൾ ശരാശരിയിൽ ഇംഗ്ലണ്ടാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ രണ്ടുപേരും ഈ ക്വാർട്ടറിലേക്ക് കയറും. അല്ലാണ്ട് 32 ടീമിലേക്കുള്ള അതിലേക്ക് ഇവർ പരിഗണിക്കും. എന്നാലും ഒരു ഗോൾ പോലും ഖാനയ്ക്കെതിരെ അടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആരാധകരെ സംബന്ധിച്ചും ഇംഗ്ലണ്ട് ടീമിനെ സംബന്ധിച്ചും വളരെ നിരാശയാണ്. പിന്നെ ഈ പറയും പോലെ എൽ ഗ്രൂപ്പാണ് ഇവരുടെ. എൽ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇവർക്ക് 2 പേർക്ക് 4 പോയിൻ്റാണ് ഉള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ 2-ൻ്റെ വിജയം മൂലം ഈ മത്സരത്തിൽ സമനില മൂലം 2 പേർക്കും 4 പോയിൻ്റ് വീതം തന്നെയാണ് കിട്ടിയത്. ഇനി അങ്ങനെ ഇംഗ്ലണ്ടും ഖാനയും തമ്മിലുള്ള മത്സരം 0-0 അവസാനിച്ചു. അങ്ങനെ ഇത് എങ്ങാണ്ട് എനിക്ക് തോന്നുന്ന ഒരു റെക്കോർഡ് തന്നെയാണ് ഇംഗ്ലണ്ടിന്. അതായത് ഗോൾ രഹിത സമനിലയിലെങ്ങാണ്ട് ഇത്രയും മത്സരങ്ങൾ, അതായത് 13 മത്സരമാണെന്ന് തോന്നുന്നു, 13 മത്സരങ്ങൾ ഗോൾ രഹിത സമനിലയിൽ ഇംഗ്ലണ്ട് അവസാനിപ്പിക്കേണ്ട ഇത്രയും ഒരു വലിയ നാണക്കേടും കൂടി അവർക്ക് ലോകകപ്പിൽ ഈ ലോകകപ്പോടുകൂടി അവർക്ക് കിട്ടി. കാരണം ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ രഹിത സമനിലകൾ, അതായത് 13 ഗോൾ രഹിത സമനില വഴങ്ങിയ ടീം എന്ന നാണക്കേടും ഈ പറയണ ഇംഗ്ലണ്ടിൻ്റെ കയ്യിലേക്ക് തന്നെ വന്നു. അത്രയും നല്ല കളിക്കാരിട്ടിട്ട് 80% പെർസെൻറ്റേജും ബോൾ കയ്യിലിരുന്നിട്ടും ഒരു ഗോൾ അടിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ തന്നെ വളരെ സങ്കടമാണ്. എന്നാൽ അടുത്ത കളിയിൽ അവർ തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് നേടാൻ വമ്പൻ സാധ്യതയുള്ള ഒരു ടീം തന്നെയാണ്. ഈ പറയും പോലെ ഖാനയ്ക്കെതിരെ 71-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഖാനയ്ക്കെതിരെ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇവരും തമ്മിൽ മത്സരത്തിൽ നല്ലൊരു മത്സരമാണ് പ്രതീക്ഷിച്ചെങ്കിലും ഖാനയുടെ പ്രതിരോധം മതിൽ തന്നെ അതെല്ലാം തകർത്ത് കളഞ്ഞു. ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെ 0-0 കളി ഏകദേശം ക്ലോസ് ചെയ്തു. ഇംഗ്ലണ്ട് ആരാധകർക്കും സങ്കടം തന്നെയാണ്. എല്ലാം തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇംഗ്ലണ്ട് തിരിച്ചു വരും. ഇതിൻ്റെ എല്ലാം അടുത്ത കളിയിൽ നന്നായിട്ട് തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.